എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എൻ്റെ പേര് തങ്കം. എൻ്റെ യൂട്യൂബ് ചാനലായ SJS ഫാമിലീസ് ചാനൽ കാണുന്ന എല്ലാവർക്കും വളരെ വളരെ സന്തോഷം. നിങ്ങളെപ്പോഴും എന്നെ സപ്പോർട്ട് ചെയ്യണം. എനിക്ക് അറിയുന്ന പോലെയുള്ള കറികളൊക്കെ ഞാൻ പ്രസൻറ്റ് ചെയ്യാം. പിന്നെ ഞാനിന്ന് പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നതാണ്. കാരണം ഇപ്പോൾ കൊറോണയല്ലേ, അപ്പോൾ എല്ലാവരും മാസ്ക് 6-7 മണിക്കൂർ 8 മണിക്കൂറൊക്കെ എപ്പോഴും ഇടണ്ടേ. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴും ഓഫീസിലായാലും തിരിച്ച് വീട്ടിലെത്തണം വരെ ഇടണ്ടേ. അങ്ങനെ ഒരു വല്ലാത്ത ഇറിറ്റേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കും അതുണ്ടായിരുന്നു. ഞാൻ ആദ്യം മാസ്ക് ഉപയോഗിച്ചപ്പോൾ വല്ലാത്തൊരു വിഷമം തോന്നിയിരുന്നു. അപ്പോൾ ഞാൻ എന്ത് പണി ചെയ്തു, കുറച്ച് നെയ്യും ഉള്ളി ഉപ്പ് അങ്ങനെ അത് കൂട്ടി ഇതാക്കിയിട്ട് ഒരു ഇതുണ്ടാക്കി ഞാൻ മുഖത്ത് 2-3 പ്രാവശ്യം തേച്ചപ്പോഴേക്കും ആ ഇറിറ്റേഷനൊക്കെ പോയി. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ അവർ 2-3 ആൾ ട്രൈ ചെയ്തപ്പോൾ അവർക്കും പോയി തോന്നും. അപ്പോൾ അത് ഞാൻ എല്ലാവർക്കും കൂടി ഒന്ന് പ്രസൻറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അത് നമുക്ക് അതിന് എന്തൊക്കെയാണ് വേണ്ടത് നോക്കാം. പിന്നെ തണുപ്പ് കാലത്ത് നമുക്ക് ചുണ്ട് ഇങ്ങനെ വലിഞ്ഞ് ഇങ്ങനെ പൊട്ടില്ലേ, സൈഡൊക്കെ ഇങ്ങനെ പൊട്ടും, തൊലി പോകും. അപ്പോൾ നമ്മളെപ്പോഴും ഇങ്ങനെ ചുണ്ട് നനച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അത് കൂടുതലാവും. അതിനും ഇത് 2-3 പ്രാവശ്യം തേച്ചാൽ മതി. എൻ്റെ മോനിത് ഇങ്ങനെ വന്നിട്ട് ഞാനിത് 2-3 പ്രാവശ്യം തേച്ച് കൊടുത്തപ്പോഴേക്കും വല്ലാത്ത ഇതായി മാറിപ്പോയി. പിന്നെ അത് അങ്ങനെ ഉണ്ടായിപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് നമുക്ക് പരിചയപ്പെടാം. ഇതാണ് സ്മോൾ ഒണിയൻ. നമ്മൾ ഈ ചെറിയ ഉള്ളി എന്ന് പറയില്ലേ, അത് തൊലി കളഞ്ഞ് കഴുകി നുറുക്കി വെച്ചതാണത്. അതിന് വേണ്ട 2-3 സാധനങ്ങളേ വേണ്ടൂ. ആ ഒണിയൻ മുറിച്ച് വെച്ചത്, പിന്നെ കല്ലുപ്പ് കുഞ്ഞി ഗ്രൈൻഡറിലിട്ട് പൊടിച്ച് വെച്ചതാണ്, പിന്നെ നെയ്യ്. ഇനി നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം കേട്ടോ. ഗ്യാസ് കത്തിക്കുക, ഫ്രൈ വയ്ക്കുക. പിന്നെ ഈ ഇൻഗ്രീഡിയൻസ് പറഞ്ഞല്ലോ. ആദ്യം നെയ്യ് ഒഴിക്കാം. ഇത് കുറച്ച് ദിവസത്തേക്കൊക്കെ നമുക്ക് ഫ്രിഡ്ജിൻ്റെ ഡോറിൽ വെച്ചാൽ ഉപയോഗിക്കാം കേട്ടോ. പിന്നെ ചുവന്ന ഉള്ളി ഒരു 10-15 ഉള്ളി കഴുകി നുറുക്കിയതാണത്. ഈ ഉള്ളി നമുക്കിത് വാട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചോറിലേക്ക് എടുക്കാം. അത് കുഴപ്പമൊന്നുമില്ല, നല്ല സ്വാദം. ഉപ്പൊന്നും ഉടനെ ഉപ്പൊക്കെ ഇതിലുണ്ടാവും നല്ലോണം. പിന്നെ ഉപ്പ് നല്ലോണം ഉണ്ടാവണം ഇതിൽ. ആ ഉപ്പും നമുക്ക് ഈ മെഡിസിന് നല്ലൊരു ഇതാണ്. ഇത് കല്ലുപ്പ് പൊടിച്ചതാണ്. അതിലിങ്ങനെ ഇതായി കിടക്കണം. ഇനി നമുക്കിതൊന്ന് വാട്ടിയെടുക്കാം. അപ്പം ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു, ചേച്ചി ഇച്ചിരി എനിക്ക് ഉണ്ടാക്കി തരുമോ വെച്ച് ഞാൻ ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ അത് അവർ ഡ്യൂട്ടിക്ക് പോകുമ്പോഴും എപ്പോഴും കാറിലൊരു സൈഡിൽ വെച്ചിരിക്കുക പറയും. ഇത് നല്ലോണം ഒന്ന് മൊരിഞ്ഞ് ഈ ഉള്ളി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചോറിലേക്ക് ഉള്ളിച്ചോറ് മാതിരി ഉള്ളി ഇതിട്ടിട്ട് കുറച്ച് നല്ല ടേസ്റ്റാണ്. ഈ നെയ്യ് ചൂടാറിയിട്ട് കുപ്പിയിലാക്കണം കേട്ടോ. എന്നിട്ട് ഫ്രിഡ്ജിൻ്റെ സൈഡിൽ വെക്കണം. ഇതപ്പോൾ ഈ ഉള്ളി നല്ലോണം മൂത്ത് നല്ല ബ്രൗൺ കളറായി. ഇനി ഈ നെയ്യ് നമുക്ക് ആവശ്യമുള്ളൂ കേട്ടോ. നെയ്യിൽ ഉപ്പ് നല്ലോണം ഉണ്ടാവും. നമുക്കത് ഓഫ് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് എടുക്കാം. ഈ പാത്രത്തിൻ്റെ ചൂടും കൂടി ആയിക്കോട്ടെ. എന്നാൽ ഉള്ളി നല്ലോണം മൊരിഞ്ഞ് കിട്ടും. ചോറിലേക്ക് എടുത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമ്മൾ പ്രസവിച്ച് കിടക്കുമ്പോഴൊക്കെ ഉള്ളി മൂപ്പിച്ച് കൂട്ടില്ലേ, അതിന് അതേമാതിരി ഉണ്ടാവും. ഈ നെയ്യാണ് നമുക്ക് ആവശ്യം. കാരണം ഈ ഉപ്പ് അങ്ങോട്ട് കിടന്നോട്ടേ ഇതെടുക്കുക. ഉപ്പാണ് ഇതിൻ്റെ മെഡിസിൻ കൂടുതലെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അത് തേച്ചപ്പോഴാണ് നല്ല വ്യത്യാസം വന്നത്. കല്ലുപ്പ് പൊടിച്ചിടണം കേട്ടോ, മറ്റേ പൊടിപ്പിടണ്ട അധികം. ഉപ്പ് ഇങ്ങനെ അറിയാതെ അതിൽ കിടന്നോട്ടെ, കുഴപ്പമില്ല. അങ്ങനെ ഉപ്പും ഉള്ളി നെയ്യും കൂടിയിട്ട് മൂപ്പിച്ചെടുത്തതാണ്. ഈ നെയ്യ് നമുക്ക് ഇങ്ങനെ ഒരു ഗ്ലാസിൻ്റെ ബോട്ടിലാക്കിയിട്ട്, ഇത് നെയ്യ് തണുക്കണം കേട്ടോ, തണുത്തിട്ട് ഇതിലാക്കാൻ പാടുള്ളൂ. എന്നിട്ട് നമുക്ക് ഫ്രിഡ്ജിൻ്റെ ഡോറിൽ വെക്കാം. ഫ്രീസറിൽ വെക്കരുത്, കാരണം ഗ്ലാസ്സാണ്, അപ്പോൾ അത് പൊട്ടിപ്പോകും. ഈ ബാക്കിയുള്ള ഈ ഉള്ളി മൂപ്പിച്ചത് കുറച്ച് ചോറ് ഇട്ടിട്ട് സൂപ്പറായിട്ട് ഉണ്ണിക്കുക. 2-3-4 ഉരുളയ്ക്ക് ഉള്ളത് ഉള്ളിയുണ്ട്. അപ്പോൾ അത് അധികം സാധനമൊന്നും വേണ്ട. ഒരു 10-15 ഉള്ളി, 2-3 ടേബിൾ സ്പൂൺ നെയ്യ്, ഉപ്പ് നല്ലോണം ഇടണം. കല്ലുപ്പ് പൊടിച്ചതാണ്. ഈ കൂടുതൽ ഔഷധ ഗുണമുള്ളതാണല്ലോ പൊടിയുപ്പിനെയും കാട്ടിലും. എന്നിട്ട് അത് മൂപ്പിച്ച് ഉള്ളി മൂപ്പിച്ച് അത് മാറ്റി വയ്ക്കുക. ആ നെയ്യ് തണുത്തതിന് ശേഷം കുപ്പിയിലാക്കുക. പിന്നെ ഇത് ഇനി എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് പറഞ്ഞു തരാം കേട്ടോ. നമ്മളിത് തണുത്ത് കഴിഞ്ഞാൽ നല്ല നെയ്യ് മാതിരിയായില്ലേ. ഇപ്പോൾ തണുക്കണതിൻ്റെ മുമ്പ് നല്ല ചൂടുണ്ട്, അത് കാരണമാണ്.
ഇതിങ്ങനെ ഒരു ഇച്ചിരി ഇങ്ങനെ എടുത്തിട്ട് നമ്മുടെ ചുണ്ടുമ്പലും എവിടെ മാസ്കിൻ്റെ അലർജി ഉള്ള വെച്ചാൽ അവിടെയൊക്കെ ഇങ്ങനെ തേക്കാം. രാത്രി കിടക്കുമ്പോൾ തേച്ചാൽ മതി. 2-3 പ്രാവശ്യമൊക്കെ തേക്കുമ്പോഴേക്കും നല്ല വ്യത്യാസം. പിന്നെ എന്താ പറയുക, ഒരു മൊളി മാതിരിയൊക്കെ അങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ നല്ല സോഫ്റ്റ് ആയിരിക്കും. അത് 2-3 ദിവസം തേക്കുമ്പോഴേക്കും മാറും. പിന്നെ നിർത്തിക്കോളും. പിന്നെ തണുപ്പിലൊക്കെ വരുമ്പോൾ ചുണ്ട് വരലൊക്കെ വരുമ്പോൾ അപ്പം തേച്ചാൽ മതി. പക്ഷെ മാസ്ക് ഇട്ടിട്ട് അലർജിക്ക് നല്ല സൂപ്പറാണ്. എൻ്റെ അനുഭവം ഞാൻ പറയുന്നു. ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, എന്നിട്ട് അഭിപ്രായം പറയുക. അറിയുന്നവർക്കൊക്കെ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. വളരെ വളരെ സന്തോഷം. ഓക്കേ.